മലയോര മേഖലയിലെ ദുരന്തമുഖങ്ങളിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന എൻ്റെ മുക്കം സന്നദ്ധ സേനയ്ക്ക് താങ്ങായി മുക്കത്തെ ഒരു വ്യാപാരി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുന്നതിനായി മുക്കത്തെ വ്യാപാരിയായ ബക്കർ കളർ ബലൂൺ സ്പോൺസർ ചെയ്ത അത്യാധുനിക സ്കൂബ എയർ കംപ്രസർ സന്നദ്ധ സേനയ്ക്ക് കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപകരണ കൈമാറ്റവും CK കാസിം MLA നിർവഹിച്ചു. മലയോരത്തെ വെള്ളച്ചാട്ടങ്ങളിലും പുഴകളിലുമെല്ലാം ജീവൻ പണയം വെച്ചിറങ്ങുന്ന എൻ്റെ മുക്കം സന്നദ്ധ സേനയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഇനി മുതൽ കൂടുതൽ വേഗത കൈവരിക. നിരവധി അപകടങ്ങളിൽ രക്ഷകരായും പുഴകളിൽ കാണാതായ എത്രയോ മൃതദേഹങ്ങൾ കണ്ടെത്തിയും നാടിന് മാതൃകയായ സംഘമാണ് എൻ്റെ മുക്കം. എന്നാൽ പല രക്ഷാപ്രവർത്തന വേളകളിലും ഡൈവിംഗ് സിലിണ്ടറുകളിൽ എയർ തീരുന്നതും അത് വീണ്ടും നിറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളും വലിയ പ്രതിസന്ധിയാണ് ഇവർക്ക് സൃഷ്ടിച്ചിരുന്നത്. ഈ പ്രതിസന്ധിക്കാണിപ്പോൾ പരിഹാരമാവുന്നത്. മുക്കത്തെ വ്യാപാരിയായ ബക്കർ കളർ ബലൂണാണ് സന്നദ്ധ സേനയ്ക്കായി 2.5 ലക്ഷം രൂപ വില വരുന്ന അത്യാധുനിക സ്കൂബ എയർ കംപ്രസർ മെഷീൻ നൽകി മാതൃകയായത്. CK കാസിം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഉപകരണം കൈമാറി. മാതൃക നിങ്ങൾ കാണിച്ചു, അത് തന്ന പ്രിയപ്പെട്ട ബക്കർ കളർ ബലൂണെ നിങ്ങൾ ആദരിച്ചു. ആ ഒരു മനസ്സിനെയാണ് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത്. കാരണം അതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. പലപ്പോഴും ഇതൊക്കെ കിട്ടുന്ന സമയത്തുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ, പിന്നെ അത് നമ്മളാരും ഓർക്കാറില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ അപ്പോൾ തന്നെ അതിൻ്റെ നന്ദി സൂചകമായി ശ്രീ ബക്കറിനെ ആദരിച്ചു. ബക്കർ ഈ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ മുക്കത്തിൻ്റെ രക്ഷാധികാരിയാണ്. തീർച്ചയായും എന്നേക്കും അതോടൊപ്പം തന്നെ ചെയർപേഴ്സണും പ്രസിഡന്റും ഒക്കെ നിങ്ങളുടെ ഈ സേവനങ്ങളും പ്രവർത്തനങ്ങളും വലിയ അനുഗ്രഹവും വലിയ സഹായവുമാണ്. 3ാം ക്ലാസ്സുകാരി റന ഫാത്തിമയെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികൾക്കിടയിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകുകയും ചെറുപ്പത്തിൽ നീന്തൽ പഠിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും റന ചെയ്തിരുന്നു. CK കാസിം MLA ആണ് റനയെ ആദരിച്ചത്. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ, എൻ്റെ മുക്കം രക്ഷാധികാരി AP മുരളീധരൻ, ജാബിർ മുക്കം, അഷ്കർ സർക്കാർ, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ അലി അക്ബർ, സുൽഫീഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.